ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി ഇരിക്കുന്ന സാധനം വരുന്ന ഒരു ബിഗ് പ്രൊജക്റ്റാണ്, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രൈക്കല്ല ATV ക്വാഡ് ബൈക്കിൻ്റെ വാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പെൻഡിങ് വർക്ക്സുകളെല്ലാം ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇതിനു മുമ്പ് കണ്ടവർക്കൊക്കെ ക്ലിയർ ഇരിക്കണം എന്നറിയാം, കാരണം ഒരുപാട് ലാഗ് എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, വർക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ അതായത് നമ്മുടെ മെയിൻ കണ്ടൻറ്റിൻ്റെ ഫുൾ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ പേസ്റ്റ് ചെയ്ത് വിട്ടേക്കാം, പോയി കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം വേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രാത്രിയായി. വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പാകത്തിനാക്കുകയാണ് ചെയ്തത്. ഇപ്പം സ്റ്റിയറിംഗ് സിസ്റ്റം കൂടി ചെയ്യും. അപ്പോഴാണ് ഒരു പറ്റിയത്. വണ്ടിയുടെ വീൽ ഹബ്ബ് ഉണ്ടാക്കിയാൽ ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. വണ്ടിയുടെ വീൽ ഹബ്ബ് ജാമായി. വണ്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇടത്തെ സൈഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചെരിഞ്ഞ് നേരെ വലത്തെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്ന നേരെ വണ്ടിക്ക് ഒന്ന് ഇടിച്ചേനെ. അങ്ങനെ വലിയ ആക്സിഡൻ്റ് ആയിപ്പോയി. വീല് ജാമായി പോയി. രാത്രി ഒരു 10 മണി 10:30 ആയപ്പം നടു റോട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. അത്യാവശ്യം ടൂൾസ് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഹേ ഗൈസ്, ദിസ് ഈസ് വില്ലേജ് ജീനിയസ്. അപ്പോൾ രാത്രി ഇപ്പം 10 മണി 10:30 ആയി കാണും. നമ്മുടെ ATV ക്വാഡ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പറ്റിപ്പോയി. വീൽ ഹബ്ബ് നമ്മൾ ചയച്ചു. വീൽ ഹബ്ബ് നമ്മൾ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് പണി കിട്ടി. വീൽ ഹബ്ബ് ഒട്ടും കൊള്ളത്തില്ല. ഒട്ടെന്ന് വെച്ചാൽ ഒരു മരുന്നിന് പോലും കൊള്ളുക. വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാം. പിന്നീട് വണ്ടി ഓടിക്കഴിഞ്ഞ് ഈ വീൽ ഹബ്ബും കൊണ്ട് പിന്നെ വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ട് വീൽ ഹബ്ബ് മാറ്റും. ഞാൻ പകലുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. രാത്രി വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് വേറെ നിവർത്തിയത് കൊണ്ടാണ്. നമുക്ക് ഈ സാധനം വീട്ടിലെത്തിക്കണം. നമ്മുടെ ATV റൈഡിങ് ഒക്കെ പൊളിയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് വലിയ തെറ്റോ ഷെയ്ക്കോ ഒന്നും തന്നെ ഇല്ല. സസ്പെൻഷനൊക്കെ എനിക്ക് അക്സെപ്റ്റബിളാണ്. ഇവിടെയും ആ ഒരു ബോൾട്ടിൻ്റെ തേയ്മാനം കാണുന്നുണ്ട്. ആ ഒരു തേയ്മാനം അംഗീകരിക്കാൻ പറ്റാത്ത തേയ്മാനമാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി വിട്ട് കഴിഞ്ഞ് നമ്മളൊരു ഏരിയ പോകുന്നുണ്ട്. കണ്ടപ്പനം എന്നാണ് ഏരിയൻ്റെ പേര്. നമ്മളവിടെ എത്തിക്കണം എങ്ങനെയും വണ്ടി. ബാക്കി ഞാൻ പകല് കാണിച്ചു തരാം. വണ്ടി ഞാനൊന്ന് എല്ലാം ബാഗ് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് രണ്ടാമത്തെ തവണ വീല് ജാമായി വഴിപ്പെട്ടു പോയതാണ്. 2 തവണ വഴിപ്പെട്ടു. ഒരുപാട് നേരം എടുത്തു. എന്തൊക്കെയോ എങ്ങനെയാണെന്നറിയത്തില്ല. ഒരു റിസ്ക് എടുത്ത് വണ്ടി അവിടുന്ന് നേരെ എത്തിച്ചു. വണ്ടി വീട്ടിലെത്തിച്ച് ഫ്രണ്ടിലെ വീല് മാറി സ്കൂട്ടിയുടെ വീലിട്ടിട്ടാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടിക്കുള്ള ക്രാഷ് ഗാർഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പം നമ്മളെ ട്രൈക്കിന് ATV ആക്കിയിട്ടുണ്ട്. ആ ATVക്ക് വേണ്ടിയുള്ള ക്രാഷ് ഗാർഡാണ് ഉണ്ടാക്കുന്നത്. ക്രാഷ് ഗാർഡ് എന്നല്ല, ബേസിക്കലി ഒരു ഗാർഡ് അത്രേ ഉള്ളൂ. ക്രാഷ് ആകാനുള്ള ചാൻസ് കുറവാണ് തോന്നുന്നു. നോക്കാം. അപ്പോൾ ഇതാണ് കണ്ടല്ലോ ഈ സുന
ഇതൊക്കെ സൈക്കിളിൻ്റെ പാർട്സാണ്. വേറെ സൈക്കിളിൻ്റെ പാർട്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇതേപോലെ നമുക്ക് ARM കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ടോട്ടെ. ഇന്ന് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീലിടുന്ന സെക്ഷൻ ഇല്ലേ, അതാണ് കണ്ടല്ലോ, അത് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ആ കാണുന്നില്ലേ, അതൊരു എഞ്ചിനാണ്. നമ്മുടെ അടുത്ത പ്രൊജക്റ്റിനുള്ളതാണ്, ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു ക്രഷ് കട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ATVയുടെ പരിപാടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് എന്താ ചെയ്തേ, ഈ ഗാർഡ് ഉണ്ടാക്കി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ കാര്യങ്ങളും, അതായത് സസ്പെൻഷനും പിന്നെ റണ്ണിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്. രാത്രി കുറച്ച് പണിയൊക്കെ പെട്ടു. അതായത് വണ്ടി തിരിച്ച് കൊണ്ടുവരുന്നതിനിടയ്ക്ക് ചെറിയ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, ദൈവാധീനം കൊണ്ടാണോ എങ്ങനെയാണെന്നറിയില്ല. നിങ്ങളൊക്കെ പ്രവർത്തനം കൊണ്ടായിരിക്കാം പൊടിക്ക് രക്ഷപ്പെട്ടു. കുഴപ്പമൊന്നും ഇല്ലാതെ എത്തി. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട്. മഴ ആയതുകൊണ്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സകലമാനം പണിയും ചെയ്തത്. ഈ മഴ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറകിൽ. അറിയാമല്ലോ, ഒരു വണ്ടി ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെ വിജ്ഞാനപ്രദമായ ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതിന് വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നും നല്ല വീഡിയോയുമായി നല്ല കണ്ടന്റ് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.